നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡിനെ കോച്ച് കാർലോ ആഞ്ചലോട്ടി മെയ് 18 പ്രഖ്യാപിക്കും. ബ്രസീലിയൻ മീഡിയാസ് അങ്ങനെയാണ് ഇപ്പോൾ ഡേറ്റ് പറയുന്നത്. ഗ്ലോബോ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ 26 അംഗ സ്ക്വാഡിലെ 24 താരങ്ങളെയും ആഞ്ചലോട്ടി ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നാൽ മാത്രമേ അതിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ശേഷിക്കുന്ന 2 സ്ഥാനങ്ങൾക്ക് വേണ്ടി 3 താരങ്ങൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് കൂടി വരുന്നു. റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ESPN ആണ്. അവരുടെ സ്പോർട്സ് സെൻറ്റർ പ്രോഗ്രാമിലാണ് അവർ ഇക്കാര്യം പുറത്തുവിടുന്നത്. അതനുസരിച്ച് ഗോൾ കീപ്പർമാരായിട്ട് ആഞ്ചലോട്ടി 3 പേരെയും തീരുമാനിച്ചു കഴിഞ്ഞു. ആലിസണും എഡേഴ്സണും ബെൻഡോയും. ഡിഫൻഡർമാരായിട്ട് ഡാനിലോ, വെസ്ലി, അലക്സാൻഡ്രോ, ഡഗ്ലസ് സാൻഡോസ്, മാർക്കിനോസ്, ഗബ്രിയൽ മെഗല്ലസ്, എദർ മിലിറ്റാവോ, ബ്രമർ, ലിയോ പെരീര എന്നിവരെ തീരുമാനിച്ചിരിക്കുന്നു. മധ്യനിരയിലേക്ക് കാസമിറോ, ബ്രൂണോ ഗുയ്മാരസ്, ഫാബിഞ്ഞോ, ആൻഡ്രി സാൻഡോസ്, ഡാനിലോ എന്നിവരുണ്ടെങ്കിൽ മുന്നേറ്റത്തിൽ എസ്റ്റവായോ, ലൂയിസ് എൻട്രിക്കെ, വിനി ജൂനിയർ, ഗബ്രിയൽ മാർട്ടിനെല്ലി, മാത്യസ് കുഞ്ഞ, ജാവോ പെഡ്രോ, റാഫിഞ്ഞ എന്നിവരെയും തീരുമാനിച്ചിരിക്കുന്നു. ഇനി 2 സ്ഥാനങ്ങൾ ബാക്കിയുണ്ട്. ആ 2 സ്ഥാനങ്ങൾക്ക് വേണ്ടി 3 പേര്, അതായത് ലൂക്കാസ് പക്വേറ്റ, എൻട്രിക്ക്, ഇഗോർ തിയാഗോ, ഇതിൽ 2 പേര് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കും. 3-ാമത്തെ ആൾ വീട്ടിലിരുന്ന് കളി കാണേണ്ടി വരും. ഇതാണ് ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ട്. ഇതിപ്പോൾ ഒഫീഷ്യലൊന്നുമല്ല, അവർ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് അവതരിപ്പിക്കുന്നതാണ്. എന്തായാലും നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ എന്താകുമെന്നുള്ളത് ഇനിയും കണ്ടറിയണം. ഈ ലിസ്റ്റുകളിലൊന്നും ഇപ്പോൾ നെയ്മർക്ക് പേരില്ല എന്ന് മാത്രമല്ല, ബ്രസീലിൽ തന്നെ നെയ്മർക്ക് വേണ്ടിയുള്ള ആവശ്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഗ്ലോബോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻ താരങ്ങളും അതുപോലെ നിലവിലെ താരങ്ങളൊക്കെ നെയ്മർ വളരെ പ്രധാനപ്പെട്ട കളിക്കാരനാണ് ബ്രസീലിന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു ലോബിയിങ് കൊണ്ടൊന്നും കാര്യമില്ല. സാധ്യത കുറവാണ് എന്ന തരത്തിൽ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുക.